നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ തിരുമുമ്പിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ ദർശിക്കുകയും ഞങ്ങളുടെ ആരാധനയിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 37-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്നു നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പിൻ. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ള പാഠഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾക്കാവുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 14 അധ്യായം 17 മുതൽ 24 വരെ. അവൻ കെദോർ ലായോ മേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ
സോദോം രാജാവ് രാജതാഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ഷാലോം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള സങ്കീർത്തനങ്ങൾ 104, 14 വാക്യം മുതൽ 30 വാക്യം വരെ. സങ്കീർത്തനം 104, 14 മുതൽ 30 വരെ. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾക്കും തന്നെ. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങൾക്കൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹയിൽ ചെന്ന് കിടക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികൾക്കായി നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാദാനുണ്ട്. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാട്ടെ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15 മുതൽ 17 വരെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. നിങ്ങൾ വിവേകികൾ എന്നുവെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്നാകുകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. 2-ാം പാഠം അവസാനിച്ചു. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നുവെന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പസ്തോലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു.
മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്കൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നുവെന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്കൊരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, 12 ഒരുവൻ എന്നോടുകൂടെ കാലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നുവെന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇതനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൺവരെ ഞാൻ അതിനെ അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ട് പാടിയതിനു ശേഷം ബഹുമാനപ്പെട്ട വിജി വർഗീസ് പനച്ചൻ ദൈവോധന ശുശ്രൂഷ നിർവഹിക്കും. കീർത്തനം 278. Yeah.
പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എനിക്ക് വീണ്ടും ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട ജോസച്ചനോടും നമ്മുടെ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങളോട് ഏവരോടുമുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു ശരീരമാകുന്ന സഭ എന്ന നിലയിൽ നമുക്ക് ആത്മീയമായി എങ്ങനെ വളരാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആത്മീയമായുള്ള നമ്മുടെ വളർച്ചയിൽ കുദാശകൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച നാം ശ്രദ്ധിച്ചത് വിശുദ്ധ ബപ്തിസ്മ എന്ന സക്രമത്തിനെ കുറിച്ചാണ്, ഹോളി ബാപ്റ്റിസം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഹോളി യൂക്കറിസ്റ്റിനെ കുറിച്ചാണ്. ഹോളി യൂക്കറിസ്റ്റ് ആസ് സാക്രമെന്റ്, ദ സാക്രമെന്റ് ഓഫ് യൂക്കറിസ്റ്റ്. വിശുദ്ധ സംസർഗത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ കുഞ്ഞുനാളുകൾ മുതൽ കേട്ട് പരിശീലിച്ചവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു മേഖലയാണ് വിശുദ്ധ സംസർഗത്തിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സൂചനകളുടെ പ്രസക്തിയെക്കുറിച്ച്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, ഇസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ യൂക്കറിസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ്? വിശുദ്ധ സംസർഗവും കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി എന്ത് ബന്ധമാണുള്ളത്? ഇനി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമ്മുടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷ ക്രമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇസ് ഇറ്റ് എവിഡന്റ് ഇൻ ആർ യൂക്കറിസ്റ്റ് ലിറ്റർജി? എല്ലാത്തിലുപരി അങ്ങനെ ഒരു ബന്ധത്തിന് നമ്മുടെ ധാർമ്മികമായ, നമ്മുടെ ആത്മീയമായ ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് റെലവൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്? അപ്പോൾ ഇതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ ഈ വചനധ്യാനം അല്ലെങ്കിൽ ഈ ഒരു പഠനം. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായത്തിന്റെ 25 വാക്യത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കട്ടെ. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 25. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. Truly I tell you, I will never again drink of the fruit of the vine until that day when I drink it new in the kingdom of God. തന്റെ അന്ത്യ അത്താഴ സമയത്ത് യേശു പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഇത് പാനം ചെയ്തു കഴിഞ്ഞാൽ ഇനിയും until that day when I drink it new in the kingdom of God, ഞാൻ ഇനിയും ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഇതിനെയും കുടിക്കുകയില്ല. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നേക്കാം. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം
ക്രൂശിൽ കിടക്കുമ്പോൾ പുളിച്ച വീഞ്ഞ് ലഭിച്ചപ്പോൾ യേശു അത് രുചിച്ചു നോക്കിയല്ലോ. കുടിച്ചു എന്ന് പറയുന്നില്ല, എന്നാലും രുചിച്ചു നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് തലേ ദിവസം രാത്രിയിൽ യേശു പറഞ്ഞത്, ഇനിയും ഞാൻ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഇത് കുടിക്കുന്നത് വരെയും ഇത് തൊടുകയില്ല എന്ന്? See, we need to understand. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ലഞ്ച് ഫെലോഷിപ്പ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുമായിട്ട് നമ്മൾ കഴിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ അതിന്റെ അവസാനം പറയുകയാണ്, we won't have any more lunches till next year. നമ്മൾ അടുത്ത വർഷം വരെ ഇനിയും ഇങ്ങനെയുള്ള ഒരു ലഞ്ച് കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കത്തില്ലെന്നല്ല, ഇതുപോലെ ഒരു ലഞ്ച് we will not have until next year എന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ യേശു വളരെ വലിയൊരു മർമ്മം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. താൻ നാളെ വീഞ്ഞ് കുടിക്കുമോ ഇല്ലയോ എന്നൊന്നുമല്ല യേശു പറയാൻ ശ്രമിക്കുന്നത്. ജീസസ് ഈസ് ട്രൈങ് ടു കണക്ട് the fellowship that was happening right there. അന്നേരം ആ സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പ് കമ്മ്യൂണിയനും വരാനിരിക്കുന്ന സ്ഥലം, സമയം, ആ സംഭവം കർത്താവ് യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജീസസ് is trying to connect the fellowship here and now to the fellowship yet to happen. ഇപ്പോൾ ഞാൻ ഇത് കഴിക്കുകയാണ്, പക്ഷേ ഇനിയും ഞാനിത് കഴിക്കും. അതുവരെ ഇതിന്റെ മധ്യത്തിൽ ഇതുപോലെ ഒന്ന് ഞാൻ ഇനി പാനം ചെയ്യുകയില്ല, കഴിക്കുകയില്ല എന്നാണ് യേശു പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു വലിയ കണക്ഷനാണ് the connection between the age here and now and the age there to come. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ മൂർത്തമായ സമയം, ഈ മൂർത്തമായ സ്ഥലവും ഇവിടെ നമ്മൾ ആചരിക്കുന്ന അനുഷ്ഠാനവും വരാനിരിക്കുന്ന ലോകം, വരാനിരിക്കുന്ന സമയത്ത് നാം അനുഭവിക്കാൻ പോകുന്നതും തമ്മിലുള്ള ബന്ധം, അത് യേശു ഇവിടെ വളരെ വ്യക്തമായി വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇൻ ദി ഏജ് ടു കം, വരാനിരിക്കുന്ന ഒരു നിത്യതയുടെ കാലമുണ്ട്. ആ നിത്യതയുടെ കാലത്തെക്കുറിച്ച് നമുക്ക് എന്താ അറിയാവുന്നത്? What we know is that we will experience Christ, we will live with him. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് നിത്യതയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കർത്താവിനോട് കൂടെ അങ്ങ് ജീവിക്കാൻ പോവുകയാണ്, കർത്താവിനെ നേരിട്ട് അനുഭവിക്കുവാൻ പോവുകയാണ്. എന്ന് വെച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. We will experience Christ then and there. At the same time, we still experience Christ here and now. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ഫെയ്ത്ത്. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുകയാണ് ക്രിസ്തു ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതുവരെ പറയാൻ ശ്രമിച്ചത് എന്താണ്? Although we will experience him fully in heaven, അവനെ പൂർണ്ണമായി സ്വർഗത്തിൽ നാം അനുഭവിക്കും. ശരിയാണ്. Although we will do that, he is already present with us, and that presence is assured to us in the Eucharist.
ഓരോ യൂക്കറിസ്റ്റിലും വാട്ട് ഈസ് ദി അഷ്വറൻസ് ദാറ്റ് വി ഗെറ്റ്? ദി അഷ്വറൻസ് ദാറ്റ് വി ഗെറ്റ് ഇൻ ദിസ് ബ്രെഡ്, ഇൻ ദിസ് വൈൻ, വി എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്. ഇതിന്റെ ഒരു പൂർണ്ണത സംഭവിക്കുന്നത് നിത്യതയിലാണ്. ഇതിന്റെ ഒരു പൂർണ്ണത സംഭവിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ അതിനുശേഷമാണ്. എന്നാൽ ഇപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ അതിന്റെ ഭാഗമായി തീരുകയാണ്. ആൻഡ് വി പ്രൊക്ലെയിം ദാറ്റ് ഫെയ്ത്ത്. എന്താണ് ആ ഫെയ്ത്ത്? ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്നു. ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലൂടെ, ഈ അപ്പത്തിലൂടെ, ഈ വീഞ്ഞിലൂടെ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള വിശ്വാസം വി പ്രൊക്ലെയിം until he comes again. അതാണ് വേദപുസ്തകവും പഠിപ്പിക്കുന്നത്, നമ്മുടെ ആരാധനാ ക്രമവും പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. For whenever you eat this bread and drink this cup, you proclaim the Lord's death until he comes. See, വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ് ആ വിശുദ്ധ സംസർഗവും until he comes again and what happens after that. ഇതുമായി വളരെയധികം ബന്ധപ്പെടുത്തിയാണ് യേശു വിശുദ്ധ സംസർഗത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അപ്പോസ്തലനായ പൗലോസ് ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് നാം ഓരോരുത്തരും when we partake in the Eucharist, ഓരോ ആരാധനയിലും വിശുദ്ധ സംസർഗത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളായി തീരുമ്പോൾ, ഭാഗഭാവുക്കളായി തീരുമ്പോൾ, we not only experience in faith his experience here and now. വിശ്വാസത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ ഓരോ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലും ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോൾ, പങ്കുചേരുമ്പോൾ, we also await for his coming again when we would fully experience him. See, അതാണ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ രണ്ടാമത്തെ വരവുമായുള്ള ആ ആരാധനയുടെ ബന്ധമെന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ. So whenever we partake in the Eucharist, ഓരോ ഞായറാഴ്ചയും ഓരോ ആരാധനയിലും നമ്മൾ വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ഭാഗമായി തീരുമ്പോൾ, ഒന്ന്, വിശ്വാസത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ യേശുവിനെ അനുഭവിക്കുന്നു, ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതേസമയം തന്നെ വി അവൈറ്റ് ഇൻ ഹോപ്പ്, നമ്മൾ പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് അവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി. when we would fully experience Christ. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത് നമ്മുടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ നമ്മൾ എപ്പോൾ പങ്കെടുത്താലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരേ സമയം നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു, അതോടൊപ്പം തന്നെ വരാനുള്ള ലോകത്ത് അവനെ പൂർണ്ണമായി നാം അനുഭവിക്കും എന്ന പ്രത്യാശയിൽ നാം അവന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് രണ്ടും ചേരുന്നൊരിടമാണ് ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്നത്. We await meeting the bridegroom. മണവാളന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. To enjoy his presence forever. മണവാട്ടി സഭ മണവാളനെ പൂർണ്ണമായി അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിന്റെ ഒരു അടയാളം കൂടെയാണ് ഓരോ യൂക്കറിസ്റ്റ് സർവീസും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് മാത്രമാണ്. ആവർത്തിക്കട്ടെ. Simultaneously, through faith, we are experiencing Christ's presence here. And through hope, we are already lifted to that heavenly experience. ഒരേ സമയം നമ്മൾ കൊല്ലം സെന്റ് തോമസ് CSI ഇടവകയിൽ ദേവാലയത്തിൽ വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അതേസമയം we are lifted to a heavenly experience. എന്താണ് ഹെവൻലി എക്സ്പീരിയൻസ്? വരാനിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ നാം പൂർണ്ണമായി അനുഭവിക്കും എന്നുള്ള പ്രത്യാശയുടെ അനുഭവം. So that is the relationship between Eucharist and second coming. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മുടെ
ആരാധനാക്രമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? അതാണ് രണ്ടാമതായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിലെ പ്രത്യേകിച്ച് വിശുദ്ധ സംസർഗവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാർത്ഥനകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സ്തോത്രകാഴ്ചയൊക്കെ സ്വീകരിച്ചു മുമ്പോട്ട് കൊണ്ടുവന്നു, അപ്പവും വീഞ്ഞും എല്ലാം കൊണ്ടുവന്നു. അച്ഛൻ സ്തോത്രകാഴ്ചയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഗായക സംഘത്തോട് ചേർന്ന് പാടുന്ന ഒരു ചാന്റ് ഉണ്ട്. ആ പ്രാർത്ഥനയുടെ പേര് പ്രയർ ഓഫ് പ്രസൻസ് എന്നാണ്. എന്താ ആ പ്രാർത്ഥന? യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളോവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണം. എമുവോസിലേക്ക് സഞ്ചരിച്ച 2 ശിഷ്യന്മാർ, തകർന്ന അനുഭവത്തിന്റെ മധ്യത്തിൽ അവർ എമുവോസിലേക്ക് സഞ്ചരിച്ചു. അവിടെ ചെന്ന് അവരോടൊപ്പം കർത്താവ് അത്താഴത്തിൽ പങ്കുചേർന്ന് കർത്താവ് തന്നെ ആതിഥേയനായി അവർക്ക് അപ്പം നുറുക്കി നൽകുമ്പോൾ അവർ അനുഭവിക്കുകയാണ്. ആരെ അനുഭവിക്കുന്നത്? നോട്ട് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ബട്ട് ദ റിസൺ ക്രൈസ്റ്റ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവും മഹത്വീകരിക്കപ്പെട്ട ആ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ആ ശിഷ്യന്മാരുടെ മധ്യത്തിൽ അവർ അനുഭവിച്ച അതേ അനുഭവം ഞങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് സഭ പ്രാർത്ഥിക്കുമ്പോൾ, ക്രിസ്തുവേ, നീ ഇവിടെ ഇപ്പോൾ സാന്നിധ്യം അരുളണമേ എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. നിന്റെ ആ ഉയർത്തെഴുന്നേറ്റ നിന്റെ സാന്നിധ്യം ഞങ്ങൾ നിരന്തരം അനുഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറയും, കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രതിവാക്യമായി പറയും, നിങ്ങളോടുകൂടെ. ഉടനെ അച്ഛൻ എന്ത് പറയും? നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മൾ പ്രതിവാക്യമായി പറയും, ഞങ്ങൾ അവയെ കർത്താവിങ്കലേക്ക് ഉയർത്തുന്നു. എന്താ അതിന്റെ അർത്ഥം? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വിശുദ്ധ ലൂക്കോസ് 21-ന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു പറയുകയാണ്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. Now when these things begin to take place, stand up and raise your heads, because your redemption is drawing near. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് യേശു പ്രതിപാദിക്കുമ്പോൾ യേശു പറയുകയാണ്, നിവർന്ന് നിങ്ങളുടെ തലകളെ പൊക്കുവിൻ. Experience a different kind of experience. ഒരു വ്യത്യസ്തമായ അനുഭവം നിങ്ങൾ അനുഭവിക്കുവാൻ പറയുകയാണ്. തലകളെ ഉയർത്തുവിൻ. നമ്മൾ പറയുകയാണ്, ഞങ്ങളുടെ തലകളെ മാത്രമല്ല, ഞങ്ങൾ ഹൃദയങ്ങളെ തന്നെ ഉയർത്തുകയാണ്. ഞങ്ങളുടെ തലകളെ മാത്രമല്ല, ഞങ്ങൾ ഹൃദയങ്ങളെ തന്നെ ഉയർത്തുകയാണ്. ഞങ്ങൾ അവയെ കർത്താവിങ്കലേക്ക് ഉയർത്തുകയാണ്. ഫോർ ദാറ്റ് ഹെവൻലി എക്സ്പീരിയൻസ്. വീണ്ടെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പൂർണ്ണമായ വീണ്ടെടുപ്പ് അടുത്തു വരികയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയാണ്. വീണ്ടും നമ്മൾ ഈ ലോകത്തിൽ വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഹെവൻലി എക്സ്പീരിയൻസിന്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ഉദാത്തമായ തെളിവാണ് സാങ്ക്ടസ് എന്ന് പറയുന്ന ആ ഒരു ഗീതത്തിൽ കാണുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങൾ എപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് നമ്മൾ ആർത്തു പാടുകയാണ്. Therefore with angels and archangels and with all the company of heaven we laud and magnify thy glorious name, evermore praising thee and saying, holy, 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 Lord God of hosts, heaven and earth are full of your glory. നമ്മൾ ഈ ലോകത്തിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ തന്നെ we are lifted, we are raised beyond the present. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു വർത്തമാന അനുഭവത്തിൽ നിന്ന് we are raised beyond this present world
ടു ഷെയർ ഇൻ ദ ഹെവൻലി വർഷിപ്പ്. അതായത് നമ്മുടെ ഐഡന്റിറ്റി ഒരു ഡ്യുവൽ ഐഡന്റിറ്റിയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലല്ലേ എന്നൊക്കെ പൗലോസ് പറയുന്ന ഓർക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ആ ഡ്യുവൽ ഐഡന്റിറ്റി ഒരേ സമയം സൈമൾട്ടേനിയസ് ആയി നമ്മൾ ഇവിടെയും നമ്മൾ അവിടെയും ആ ആരാധനയുടെ ഭാഗമായി തീരുകയാണ്. വി ഓൾറെഡി ഷെയർ ഇൻ ദ ഹെവൻലി വർഷിപ്പ്. ആ ഗീതം ഇങ്ങനെ അവസാനിക്കുന്നത് ശ്രദ്ധിക്കണം. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ബ്ലെസ്ഡ് ബി ഹി ഹു കംസ് ആൻഡ് ഈസ് ടു കം. രണ്ടാമത്തെ വരവിനെ കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരിടമാണത്. ബ്ലെസ്ഡ് ബി ഹി ഹു കംസ് ആൻഡ് ഈസ് ടു കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ഹോസന്ന ഇൻ ദ ഹൈയസ്റ്റ്. അതിനുശേഷം നമ്മൾ ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പറയുക, ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. യുവർ ഡെത്ത്, ഓ ലോർഡ്, വി കമമറേറ്റ്. Your resurrection we confess, and your second coming we await. Glory be to you, O Christ. തുടർന്നുള്ള പ്രാർത്ഥനയോടെ വായിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവരിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പ് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. അവൻ വരുവോളം until his coming again. അപ്പോൾ നമ്മുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ സംസർഗവും കർത്താവിന്റെ രണ്ടാമത്തെ വരവും ഈ ലോകത്തിലെ നമ്മളുടെ എക്സിസ്റ്റൻസും അതേസമയം സ്വർഗത്തിൽ പൗരത്വമുള്ളവരായിട്ടുള്ള എക്സിസ്റ്റൻസും ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടെ നമ്മൾ CSI ആരാധനക്രമത്തെ കാണരുത്. ഇറ്റ്സ് ഹൈലി തിയോളജിക്കൽ, ഇറ്റ്സ് വെരി ബിബ്ലിക്കൽ, ഇറ്റ്സ് വെരി ക്ലിയർ അബൌട്ട് സം ഓഫ് ദ കാർഡിനൽ ബിലീഫ്സ്, ഫെയ്ത്ത് ടെനറ്റ്സ് ഓഫ് ചർച്ച്. സഭയുടെ അടിസ്ഥാനപരമായ പല വിശ്വാസ സത്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളാണ് CSI ആരാധനക്രമം. അതുകൊണ്ട് ഞാൻ എടുത്തു പറയട്ടെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവും വിശുദ്ധ സംസർഗവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ട്, അത് വളരെ വ്യക്തമായി നമ്മുടെ ആരാധനാക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരിക. മൂന്നാമത്തെ അവസാനത്തെ ഭാഗം. സോ വാട്ട്? വിശുദ്ധ സംസർഗ ശുശ്രൂഷയും കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി ബന്ധമുണ്ട്, മനസ്സിലായി. സോ വാട്ട്? ഇത് ഞങ്ങൾ ഓരോ ഞായറാഴ്ചയും ഓരോ ആരാധനയിലും പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിന്റെ until is coming again, until is coming again, until he comes again എന്നൊക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. So what? So that's the question. What is the implication? സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇറ്റ്സ് ലൈഫ് ഇൻ ഇറ്റേണിറ്റി, അല്ലെ? നിത്യതയിൽ ഒരു ജീവിതത്തെ കുറിച്ചാണ്. ഇറ്റ്സ് അബൌട്ട് എ ഹെവൻലി സിറ്റിസൺഷിപ്പ്, ഹിയർ ആൻഡ് ദെയർ, നൗ ആൻഡ് ദെൻ. ഇപ്പോൾ ഇവിടെ, പിന്നെ അവിടെ. ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ശരിയാണ്. പക്ഷെ ഇത് നമ്മളെ ഒരിക്കലും ഇഹലോകത്തിലെ ജീവിതവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തെറ്റായ വിശ്വാസങ്ങളിലേക്ക് നയിക്കാൻ ഇടയാകരുത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും കർത്താവിന്റെ കൂടെയുള്ള നിത്യ ജീവനെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമുള്ള നമ്മുടെ വിശ്വാസം ഈ ലോകവുമായി ഒരു സെപ്പറേഷൻ, ഈ ലോകം മുഴുവൻ പാപപങ്കുലവുമാണ്, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല, വേറിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, ഈ ലോകത്തെ വെറുക്കുക, സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുക, ഇങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് നമ്മളെ നയിക്കരുത്. അതല്ല അപ്പോസ്തലനായ പൗലോസും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെന്താ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ വിശുദ്ധ സംസർഗം ആചരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ ഇവിടെ കർത്താവിനെ അനുഭവിക്കുന്നത് ഭാഗികമായിട്ടാണെങ്കിലും ഇതിന്റെ ഒരു പൂർണ്ണമായ അനുഭവം, അതായത് ഫുള്ളി വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ഹിം ദെയർ. ആ ഒരു ചിന്ത നമ്മളെ ഇഹലോക ജീവിതത്തിൽ
എത്തിക്കലായി സ്പിരിച്വലായി ജീവിക്കാൻ പ്രചോദനമായി തീരണം. ഇതാണ് പൗലോസ് പല സമയത്തും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പൗലോസിന്റെ എത്തിക്സിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളൊക്കെ നിത്യതയുമായി ബന്ധപ്പെട്ട, നിത്യതയിൽ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് അത് നഷ്ടമാകാത്ത രീതിയിൽ ഇഹലോകത്തിലെ ജീവിതം എത്തിക്കലായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പൗലോസ് തന്റെ സുവിശേഷങ്ങളിലൂടെ തന്റെ ലേഖനങ്ങളിലൂടെ പലപ്പോഴും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവും ആ നിത്യതയും നമ്മുടെ വിശുദ്ധ സംസർഗവും തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ, ഈ വിശുദ്ധ സംസർഗത്തിൽ ഞാനും നിങ്ങളും പങ്കുചേരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവർ പാർട്ടിസിപ്പേഷൻ ഇൻ the Eucharist, in the body of Christ, in the blood of Christ, should inspire, should motivate us to lead an ethical life. വളരെ ധാർമ്മികമായൊരു ജീവിതം നയിക്കുവാൻ ഈ ആരാധനകൾ, ഈ കൂട്ടായ്മകൾ നമ്മളെ സജ്ജരാക്കണം. യൂക്കറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ റിച്വൽ ഭാഗം മാത്രമേ ചിന്തിക്കാറുള്ളൂ. അവിടെയാണ് നമുക്ക് അബദ്ധം സംഭവിക്കുന്നത്. The ritual part of Eucharist should lead us to the ethical part of Eucharist. നമ്മൾ ഇതിന്റെ റിച്വൽ ഭാഗത്ത് സന്തോഷിച്ച് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ഇത് നമ്മളെ വളരെ വ്യക്തമായൊരു സ്പിരിച്വൽ എത്തിക്കൽ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ നമ്മൾ ചെന്ന് അപ്പവും വീഞ്ഞും ഒക്കെ കൈക്കൊണ്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങളെ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാവിലയേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ ഈ വിലയേറാത്ത ഉപകാരങ്ങൾക്കാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങളുടെ ഉചിതമായ ആരാധന. അപ്പോൾ എന്താ ശരിക്കും ഉചിതമായ ആരാധന? വേദപുസ്തകം പഠിപ്പിക്കുന്നതും CSI ആരാധനക്രമം പഠിപ്പിക്കുന്നതും എന്താണ്? ഉചിതമായ ആരാധന നമ്മളെ തന്നെ ഓഫർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ യൂക്കറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കൈക്കൊണ്ടു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ അനുഭവിച്ചു, ഇതൊരു റിച്വലായി റിപ്പീറ്റ് ചെയ്യുന്നു, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. That should transform us. എന്തിനു വേണ്ടിയാണ്? That demands us to have an ethical life. That should transform each one of us so that we are spiritually, ethically equipped to experience Christ in eternity. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഒരു കഥ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരിടത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററും തൻ്റെ കൂട്ടുകാരനും കൂടെ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിവേഗം ചീറിപ്പാഞ്ഞ് ഒരു ട്രെയിൻ പോവുകയാണ്. ആ സ്റ്റേഷനിൽ അതിന് സ്റ്റോപ്പില്ല. അത് വളരെ വേഗത്തിൽ പോവുകയാണ്. അത് കണ്ടിട്ട് ഈ കൂട്ടുകാരൻ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു, വാട്ട് എ പവർഫുൾ എഞ്ചിൻ. എന്ത് വേഗത്തിലാ പോയത്, വാട്ട് എ പവർഫുൾ എഞ്ചിൻ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, യെസ്, ഓൺ ദ റെയിൽസ്. പാളത്തിലായിരിക്കുമ്പോൾ ആ എഞ്ചിൻ സ്ട്രോങ് ആകുന്നതിന് പ്രസക്തിയുണ്ട്. അതിവേഗത്തിൽ ട്രെയിൻ പോവുകയാണ്. ബട്ട് ഓഫ് ദ റെയിൽസ് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. പാളത്തിലാണെങ്കിൽ ആ ട്രെയിൻ വളരെ സ്ട്രോങ് ആണ്, അതിന് വളരെ വേഗത്തിൽ പോകാൻ പറ്റും. പാളവുമായുള്ള അതിന്റെ കണക്റ്റഡ്നെസ് ആണ് അതിനെ യഥാർത്ഥത്തിൽ ശക്തിയുള്ളതും പ്രസക്തമായതുമാക്കി മാറ്റുന്നത്. പാളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രെയിനിനോ എഞ്ചിനോ യാതൊരു പ്രസക്തിയും ഇല്ല. And the station master was a Christian. He added, how like the Christian. His power lies in communion with his Lord and Savior. But when he leaves the path of communion, he is the weakest person in the world. യേശുവുമായുള്ള വിശുദ്ധ സംസർഗത്തിലാണ് നമ്മുടെ ശക്തി.
ആ യേശുവുമായുള്ള വിശുദ്ധ സംസർഗം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശക്തി നഷ്ടപ്പെടും. യേശുവുമായി നിരന്തരം വിശുദ്ധ സംസർഗത്തിലായി തീരുവാൻ, അതിലൂടെ ലഭിക്കുന്ന ഊർജം സ്വരൂപിച്ച് വളരെ ധാർമ്മികമായ ആത്മീയമായ ജീവിതം നയിക്കുവാൻ ആയതിലൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവനെ പൂർണ്ണമായി അനുഭവിക്കുവാൻ, നമ്മളെ തന്നെ എംപവർ ചെയ്യുവാൻ, എക്വിപ്പ് ചെയ്യുവാൻ ഓരോ വിശുദ്ധ സംസർഗ ശുശ്രൂഷയും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻഷുർ ദാറ്റ് വി ഡു നോട്ട് മിസ് ദ ലോർഡ്സ് ടേബിൾ. കർത്താവിന്റെ മേശ ഉപേക്ഷയോടെ നാം കാണരുത്. Allow us to be transformed as we experience Christ now and here through our faith, and as we experience Christ then and there through our hope. വിശ്വാസത്തിലൂടെ ഇപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ അനുഭവിക്കാം. അതേസമയം പ്രത്യാശയിൽ വരാനിരിക്കുന്ന ലോകത്ത് നിത്യതയിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കാം. അതിന് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഒരു മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവാ ദൈവത്തിന്, പുത്രനാ ദൈവത്തിന്, പരിശുദ്ധാത്മാവാ ദൈവത്തിന് സകല ബഹുമാന മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ മാതൃകപ്പെട്ട് ജനിച്ചു. ദിവസമില്ലാത്ത ദിവസത്തിൽ കഷ്ടപ്പെട്ടു ഒന്നാം ദിവസം മനുഷ്യരുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ തള്ളാതെ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ. ആമേൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായുള്ളവരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിനോദ് വിൽസൺ ഗബ്രിയേൽ ബ്ലൂബെൽസ്, ബിജു തോമസ് സിനിമേടയിൽ, സോണി സിബി ഈശോ നിവാസ്, ലിംന ഷെല്ലി തയ്യിൽ, ബിന്ദു ആൽവിൻ പ്ലാമൂട്, ജേക്കബ് ചെറിയാൻ എബനസർ കോട്ടേജ്, എലിയാമി അലക്സാണ്ടർ താഴമുട്ടം ഗാർഡൻസ്. വിവാഹ വാർഷികം മിസ്റ്റർ ആൻഡ് മിസസ് സാം ഡാനിയൽ ഡാനി കോട്ടേജ്, മിസ്റ്റർ ആൻഡ് മിസസ് വർഗീസ് ജോൺ പുത്തൻവീട്ടിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ബിബിൻ ഈശോ ഈപ്പൻ ഇമ്മാനുവൽ ഹൗസ്.
പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സ്തോത്രത്തോടുകൂടെ അടിയങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു. എന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി അവിടുന്ന് അനുഗ്രഹകരമായി പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ പുതിയ വർഷത്തിന്റെ നാളുകൾ ദൈവികമായ സാന്നിധ്യത്തിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കാൻ ഈ പ്രിയ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പിറന്നാൾ കൊണ്ടാടുന്നവരെയും വിവാഹ വാർഷികം തിരുസന്നിധിയിൽ അവർ തന്നെ സ്തുതിക്കുന്നവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കരങ്ങളിൽ പരിപൂർണമായി തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളെ ഒരുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 12-ാം ഞായറാഴ്ചയിലേക്കുള്ള അപേക്ഷ അനേകർക്ക് മറുവിലയായി നിന്റെ പുത്രനെ നൽകിയ ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവമേ, കർത്താവിന്റെ മേശയിലും ദുഷ്ടനായ നിന്റെ മേശയിലും പങ്കെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ അവിടുന്ന് ബോധ്യപ്പെടുത്തണമേ. ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ അന്നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയുമായി തീരുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിനം കർത്താവിനെ ആരാധിക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തെ നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിന്റെ ഈ നിമിഷം വരെയും നമ്മോട് കൂടെ ഇരുന്ന നമ്മെ അത്ഭുതകരമായ തരത്തിൽ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ ഇന്നും കടന്നു പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ പറഞ്ഞേൽപ്പിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നാം പാർക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശങ്ങളിലെല്ലാം രോഗബാധയാൽ വ്യാകുലപ്പെടുന്നവരെ നമുക്ക് ദൈവം മുൻപിൽ ഓർക്കാം. അവർക്ക് ലഭിക്കുന്ന ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക വ്യക്തികൾക്ക് ഈ നാടുകളിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനും വിടുതലിനായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരോഗ്യരംഗത്ത് വളരെ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടും സ്തോത്രത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രോഗബാധയിൽ നിന്നും ലോകത്തെ വിടുവിപ്പാൻ കർത്താവേ അവിടുന്ന് തിരുമനസ്സാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ നമ്മുടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന മാസം നാം നടത്തുവാൻ ഒരുങ്ങുന്ന മഹായിടവക അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനാവശ്യമായ സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി തന്ന് ഭംഗിയായി അവയെല്ലാം നിറവേറ്റപ്പെടുവാൻ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഇടവകയെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ആളാം പ്രതിയായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും ആവശ്യമായ ദൈവികമായ നടത്തിപ്പുകളും കാവലും അവിടുന്ന് നൽകുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ ശാരീരികമായ ക്ഷീണത അനുഭവിക്കുന്നവരെ ഓർക്കാം. പലതരത്തിലുള്ള ജീവിത ഭാരങ്ങളാൽ മാനസികമായി തകർന്നിരിക്കുന്നവരെ, ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവമാകുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം കരേറ്റാം. അത് നമ്മുടെ കാലുകൾക്ക് ദീപമായും നമ്മുടെ പാതയ്ക്ക് പ്രകാശമായും നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ആരാധനയുടെ ക്രമീകരണങ്ങളിൽ നമുക്ക് ലഭിച്ച എല്ലാ സഹായങ്ങൾക്കായും നന്ദിയോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം തരാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. 388 കീർത്തനം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിലും ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് നൽകി തന്ന അവസരത്തിനായിട്ട് കർത്താവേ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്നയോളം അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി, ഞങ്ങളുടെ മേൽ പകർന്ന എല്ലാ നന്മകൾക്കായി തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം കരുതുന്നു. ഈ പുതിയ ആഴ്ചയുടെ ദിനങ്ങളിലും കർത്താവിന്റെ കൃപ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുത്തെ ചെറുകിന്റെ മറവിൽ അവിടുന്ന് ഞങ്ങളെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കായും വീണ്ടും സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലനിൽക്കുന്നതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.